ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോയി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് നല്ലപോലെ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് ഇറങ്ങി. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനാലയൊക്കെ നല്ല പോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും പൊടി നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ കരുതി പെട്ടെന്ന് വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചെടികൾക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുട്ടികളുടെ ബുക്ക് ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കരുതുന്നു ഒന്ന് സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ആക്കിയിടണമെന്ന്. അപ്പോൾ അതും ഇന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം അവിടെയുള്ള പൊടികളൊക്കെ തുടച്ചു. പിന്നെ ചെടി വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അവിടെ ഉള്ള പ്ലാന്റ്സൊക്കെ മാറ്റി അവിടെയുള്ള ഒന്ന് നല്ലപോലെ പൊടി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സെറ്റിങ്സ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ഷെൽഫ് എടുത്തിട്ട് ടി വിയുടെ സൈഡിലായിട്ട് ഇടാമെന്ന് കരുതി. കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മോള് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളും കൂടിയിട്ട് അവിടെ ഉള്ള ആ സ്റ്റഡി ടേബിളൊക്കെ മാറ്റി. പിന്നെ ഞാൻ കരുതി അവിടെ പെട്ടെന്ന് അടിച്ചു വാരി എടുക്കാം, എന്നിട്ട് നമ്മുടെ ഷെൽഫ് അങ്ങോട്ടേക്ക് മാറ്റിയിടാമെന്ന് കരുതി. അപ്പോൾ പിന്നെ മോളും സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ബുക്ക് ഷെൽഫ് അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ സ്റ്റഡി ടേബിൾ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് ഇട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവർ രണ്ടുപേരുടെയും സ്റ്റഡി ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൊടിയൊക്കെ തുടച്ചെടുക്കാമെന്ന് കരുതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള പൊടിയൊക്കെ തുടച്ചു. ഇതൊക്കെ ആഴ്ചയിൽ 2 തവണയായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും നല്ല പോലെ പൊടിയാണ്. കുറേ നാളുകൾക്ക് ശേഷം ക്ലീൻ ചെയ്യുന്ന പോലെ തരത്തിലുള്ള പൊടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി. അപ്പോൾ ഞാൻ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഹാങ് ചെയ്തിട്ടുള്ള ആ ഒരു സീനറി ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനത് റൂമിലുള്ളതിനെടുത്തിട്ട് ഇവിടെ ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെച്ച്, എനിക്കിത് ഇടയ്ക്കിടെ ഉള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ മോളത് കറക്റ്റ് പൊസിഷനൊക്കെ പറഞ്ഞാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മിററും ഇതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ റൂമിലുള്ളത് നേരത്തെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്നെടുത്ത ആ സീനറി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ റൂമിലേക്ക് കൊണ്ടുവച്ചു. അവിടെയുള്ള പൊടികളൊക്കെ തുടച്ച് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ നിന്നു.
അങ്ങനെ റൂമൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ കിച്ചൺ കബേർഡൊക്കെ ഒന്ന് തുടച്ചു. കിച്ചൺ കബേർഡിൻ്റെ ഉള്ളിലൊക്കെയുള്ള ബോട്ടിൽസ് ഒന്നും എടുത്തിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അത് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഞാൻ അതൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് മാത്രം ഒന്ന് പൊടിയൊക്കെ തുടച്ചു. പിന്നെ അവിടെ ആ സ്ലാബിൻ്റെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി അതൊക്കെ നല്ലപോലെ അതൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ചു. അപ്പോൾ ഇന്നെനിക്ക് ഗ്യാസ് ക്ലീനിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് നല്ലപോലെ നീറ്റാക്കി എടുത്തിട്ട് അപ്പോൾ ഇനി എനിക്ക് അലക്കിയ തുണികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ആറിയിടാമെന്ന് കരുതി. അങ്ങനെ ഇതാ ഞാനെല്ലാം ആറിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതും ഒന്ന് പൊടിയൊക്കെ തട്ടി വിരിച്ച് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ സ്ഥലത്തെയും ഡോർ മാറ്റൊക്കെ എടുത്തിട്ട് അതും അലക്കാൻ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടിട്ടു. അങ്ങനെ അതവിടെ നിന്ന് ആവുന്നുണ്ട്. ഇനി ഈ സമയം ഞാൻ കരുതി എല്ലാ സ്ഥലവും നല്ല പോലെ അടിച്ചു വാരിയെടുക്കാം. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്ന് എനിക്ക് ലഞ്ച് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വേഗം മുളകൊക്കെ പെരക്കി മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും അവിടെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കും കുട്ടികൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കരുതി ചോറ് സാധാരണ ഞാൻ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് കുക്കറിൽ പെട്ടെന്ന് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്ത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും റെഡിയാക്കുന്നുണ്ട്. ഞാനിങ്ങനെ കുക്കറിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ ടിഷ്യൂ വെച്ച് കൊടുക്കും. കാരണം അതിൻ്റെ വിസിൽ വരുന്ന സമയത്ത് വെള്ളം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കറിയായിട്ട് പരിപ്പ് മുളകിട്ടതാക്കാമെന്ന് കരുതി. എപ്പോഴും പരിപ്പ് കറി ഉണ്ടാക്കുക നോർമൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് മുളകിട്ടതാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കരുതി ഇനി ഒന്ന് ബീട്രൂട്ട് വറവുണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ബീട്രൂട്ട് എടുത്തിട്ട് ഫുഡ് പ്രോസസ്സറിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സവാളയും പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയം ഞാൻ കരുതി ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷവർമ ഫില്ലിങ് പോലെ ഉണ്ടാക്കിയിട്ട് നോമ്പിന് എടുത്ത സമൂസൻ്റെ ഷീറ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈവനിങ്ങോ അല്ലെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ ആയിട്ടോ ഈവനിങ് നമുക്ക് സ്നാക്ക് പോലെ ആക്കാമല്ലോ. അപ്പോൾ ആക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതും ഞാനതിൻ്റെ ഇടയിൽ തന്നെ വേഗം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ ഈ ഒരു കളറിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചട്ടിയാച്ച് വയ്ക്കണം. ഇതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ചട്ടിയാച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ കരുതി വേഗം പെട്ടെന്ന് തന്നെ വറവ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതും ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സൈഡിലായിട്ട് രാത്രിയിലേക്കുള്ള ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അത് കുറച്ച് നേരത്തെ ഇട്ട് വെച്ചത്, അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് താഴെ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു താഴത്തെ റൂമിൽ. അപ്പോൾ അവരതങ്ങനെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ബീഫും ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ ഫുൾ അവിടെയൊക്കെ തുടച്ചെടുത്തു. പിന്നെ ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് നല്ലപോലെ തുടച്ചു, പിന്നെ കുളിച്ചു, നിസ്കരിച്ചു, പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാൻ നിന്നു. ഇപ്പോൾ ഇതാ നല്ല ചൂട് ചോറും നല്ല പരിപ്പ് മുളകിട്ടതും ബീറ്റ്റൂട്ട് വറവും നമ്മുടെ മീൻ ഫ്രൈയും പിന്നെ കുറച്ച് നെല്ലിക്കച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലപോലെ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.